Please like and subscribe. പിന്നെ ഈ കോലത്തിൽ എന്താണെന്നുള്ളത് വിചാരിക്കേണ്ട ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അരി വൺഭാഗമായിട്ട് അരിഞ്ഞിട്ട് ആദ്യം നടു ഇങ്ങനെ പൊളിക്കുക. അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട, ഇത് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. അപ്പോൾ നമുക്കിത് കമഴ്ത്താം, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ വീണ്ടും റാൻഡർ റൈറ്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഈ കോലത്തിൽ എന്താണെന്നുള്ളത് വിചാരിക്കേണ്ടാവും. നമ്മൾ ഇന്നൊരു ഹെൽത്തി ഫുഡാണ്. അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി, അതായത് കാബേജ് പിസ്സ എന്നാണ് സംഭവം. ചുരുക്കം ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അതായത് വലിയ കഷ്ണം ഒരു മീഡിയം സൈസ് കാബേജ്, ഒരു സബോള, മല്ലിയില, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ മുട്ട, പിന്നെ ഒരു ചെറിയ ചീസ്, പിന്നെ നമ്മുടെ അരിപ്പൊടി, കോൾഫ്ലവർ, ഏത് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഗരം മസാല, മറ്റേ പെപ്പർ പൗഡർ, ഓയിൽ, ഇതൊക്കെ ഓംലെറ്റിന് വേണ്ട ആവശ്യം സാധനങ്ങൾ തന്നെ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓരോന്നരി വൺഭാഗമായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സബോള അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് സബോള അരിഞ്ഞെടുക്കാം. അപ്പൊ ഇനി കേബേജ് അരിയാം. കേബേജ് ആദ്യം നടു ഇങ്ങനെ പൊളിക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കേബേജ് ഇങ്ങനെ നൈസായിട്ട് അരിയാം. ഗ്യാസ് കത്തിച്ചിട്ട് പൂനിക്കരേനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് പരിപാടി തുടങ്ങാം. അധികം ഓയിൽ യൂസ് ചെയ്യണ്ട, നമ്മൾ വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. ഓയിൽ ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണിയൻ ഇടാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഒണിയിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കേബേജ് ഇട്ടതിന് ശേഷം ഉപ്പ് ഇടുക. വളരെ കുറച്ച് മതി, അധികം വേണ്ട. എല്ലാവർക്കും ഉപ്പ് പിടിക്കാൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അധികം സോട്ട് ചെയ്യണ്ട. നമ്മുടെ ക്യാരറ്റും ചേർക്കാം. ഇപ്പം നമ്മൾ ക്യാരറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, അധികം നേരം വേണ്ട. അപ്പം നമ്മുടെ കാബേജും ക്യാരറ്റും സബോളയൊക്കെ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് വന്നിട്ട് കൂടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പാഴ്സലി ആയിട്ടുള്ള മല്ലിയില അതിലേക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് കുറച്ച് ഗരം മസാല, സ്വന്തം വീട്ടിൽ പൊടിച്ചെടുത്ത ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടി കുറച്ച്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ക്യാബേജ് പിസ്സ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഏറ്റവും വലിയ അത്യാവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുട്ട. കോഴിമുട്ട എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് അരിപ്പൊടി. ഇത് എന്തിനാ വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിപ്പോൾ കാണുമ്പോൾ ഒരു പിസ്സയുടെ ബാറ്റർ പോലെ തോന്നുന്നില്ലേ? ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. ഗ്യാസ് കത്തിച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇത് ബാറ്റർ ഇടുന്ന സമയത്ത് സിമ്മിലിടാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു പിസ്സയുടെ ഷേപ്പിൽ ഫുള്ള് സൈഡിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വേവിക്കുക. അപ്പം എങ്ങനെ ഇടുന്ന ഇതിൻ്റെ അവസ്ഥ നോക്കി നോക്കാം. അപ്പം ഇതിപ്പോൾ ഒരുവിധം അടിഭാഗം നമുക്കൊരുവിധം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് കമഴ്ത്താം. ഓക്കെ, ഇതൊരു പിസ്സയുടെ ഷേപ്പിലായിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് കുറച്ച് ചീസും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, നൈസായിട്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി ഇതൊരു 3 മിനിറ്റ് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ചീസൊക്കെ ഒരുവിധം മെൽട്ടായി. നേരത്തെ ചെയ്ത പോലെ ഇത് പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വാവ്, പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിസ്സ. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പീസ് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ഞാൻ കുറ്റം പറയില്ല, എന്നാലും പറയണം, സൂപ്പർ ആയിട്ട്. ട്രൈ ചെയ്തിട്ട് റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നൊരു കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും പറയുന്ന പോലെ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.